വീഡിയോ ആയിട്ട് എടുക്കണം, വീഡിയോ ആയിട്ട് എടുക്കണം. ഞാൻ അല്ലാതെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ജനതാ ഗ്രന്ഥശാലയുടെ 70ാമത് വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വേളയിൽ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ പങ്കാളികളായ എല്ലാവരെയും ആദരവോടെ സ്മരിക്കുന്നു. ഗ്രന്ഥശാലയുടെ തുടക്കം മുതൽ ഇന്ന് വരെ നിസ്വാർത്ഥമായി പ്രവർത്തിച്ച എല്ലാവരുടെയും സേവനങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഈ വാർഷികം നമ്മുടെ സ്ഥാപനത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഇനിയും ഒരുപാട് നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അതിനാൽ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്ക് അനുസരിച്ച് ഗ്രന്ഥശാലകൾ മാറേണ്ടിയിരിക്കുന്നു. യുവതലമുറയെ ഗ്രന്ഥശാലകളിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്. അതിനായി ഗ്രന്ഥശാല കമ്പ്യൂട്ടറും അനുബന്ധ സൗകര്യങ്ങളും സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ കലാകായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ പരിപാടികൾ ഗ്രന്ഥശാലയുടെ ഭാഗമായി നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരുടെയും അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ നമ്മുടെ ഗ്രന്ഥശാലയിൽ ലഭ്യമാണ് എന്നുള്ളത് നമ്മുടെ വലിയൊരു നേട്ടമാണ്. എല്ലാവർക്കും പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ജില്ലാ ലൈബ്രറി കൗൺസിലിൽ നിന്ന് സഹായത്തോടെ വിവിധ തലങ്ങളിലുള്ള പുസ്തകങ്ങൾ സമാഹരിക്കാറുണ്ട്. കൂടാതെ നമ്മുടെ ഈ പ്രദേശത്തിന്റെ വലിയ സാംസ്കാരിക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നമ്മുടെ വായനശാലയുടെ പ്രവർത്തനം കൂടുതൽ സുഗമമാകുന്നതിന് വായനക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ, റൂഫിംഗ്, ഫ്ലോറിംഗ് തുടങ്ങിയവ പൂർത്തീകരിക്കുന്നുണ്ട്. ഈ ഉദ്യമത്തിൽ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ അവர்கள் ഉൾപ്പെടെ മറ്റുള്ളവരുടെ നിസ്വാർത്ഥമായ സഹായം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇവിടെ വേദിയിൽ സ്വാഗതം അർപ്പിക്കുക എന്നതാണ് എൻ്റെ കടമ. ആദ്യമായി സ്വാഗതം അർപ്പിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകനും ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കറും MLA ശ്രീ ചിറ്റേ ഗോഹോർ സാർ അവർക്ക്. അദ്ദേഹത്തിന് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല. കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം നമ്മുടെ MLA ആണ്. നമ്മുടെ നാടിന്റെ എല്ലാവിധ പുസ്തകങ്ങളും ആഘോഷവേളകളിലും നിറസാന്നിധ്യമായ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ അവരെ ഈ സാംസ്കാരിക പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷ കൂടിയായ ശ്രീ കുമാരി ശ്രീനാഥ് ദേവി അവർക്കാണ്. ശ്രീനാഥ് ദേവി അവരെ സാധുവായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യേണ്ടിരുന്നത് നമ്മുടെ വിശിഷ്ട അതിഥിയായിരുന്ന ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ പ്രേകൃഷ്ണ IAS അദ്ദേഹം നേരത്തെ എത്താമെന്ന് പറഞ്ഞിരുന്നു. ഇലക്ഷൻ ഡ്യൂട്ടിയായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ പരിപാടി നമ്മൾ കുറച്ച് മഹത് വ്യക്തികൾക്ക് ആദരിക്കൽ നടത്തുന്നുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ പ്രസാദ് അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രണ്ടാമത് നമ്മുടെ ചലച്ചിത്ര സംവിധായകൻ രാകേഷ് കൃഷ്ണൻ, അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ സ്വന്തം നമ്മുടെ നാട്ടുകാരനായ മനു ബിപ്പി സ്പോർട്സ് താരം, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ നമ്മുടെ ഈ വേദിയിൽ വന്നിട്ടുള്ള ആശംസകൾ അർപ്പിക്കാൻ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സെക്രട്ടറി ജില്ലാ ലൈബ്രറി കൗൺസിൽ പത്തനംതിട്ട ശ്രീ PG ആനന്ദൻ സാർ അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഏനാത്ത് പോലീസ് സ്റ്റേഷൻ SHO കൂടിയ ബഹുമാനപ്പെട്ട ശ്രീ അനൂപ് സാർ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ബാക്കി ഉണ്ടായിരിക്കുന്ന താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശ്രീ മുണ്ടപ്പള്ളി തോമസ്, അദ്ദേഹത്തെ ശ്രീ ബിജു രാധാകൃഷ്ണൻ സെക്രട്ടറി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അടൂർ, ശ്രീമതി വിമല മധു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ശ്രീമതി പ്രിയങ്ക പ്രതാപ്
പഞ്ചായത്ത് പ്രസിഡന്റ് കടമ്പനാട്, ശ്രീമതി മണിയമ്മ മോഹൻ 1ാം വാർഡ് മെമ്പർ, ശ്രീമതി ഷീജ കൃഷ്ണൻ 2ാം വാർഡ് മെമ്പർ, ശ്രീമതി സാറാമ ചെറിയ 16ാം വാർഡ് മെമ്പർ, ശ്രീമതി രാജമ്മ ശശിധരൻ ഗ്രന്ഥശാല ലൈബ്രറി, ശ്രീ അമൃതലാൽ, അഡ്വക്കേറ്റ് ആർ ഷൺമുഖൻ, ശ്രീ റജി മാമൻ, ശ്രീ എൻ ബാലകൃഷ്ണൻ, ശ്രീ ബിജു ആർ, ശ്രീ ഗിരീഷ് ജി, ശ്രീ അനന്ത് മോഹൻ എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, വിശിഷ്ട വ്യക്തികളെ, നിങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.